إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನದ ಎಲ್ಲ ಭಾಗದಲ್ಲೂ ಪಾಲನಾಕಿ ಜೀವನಕ್ಕನು ಸ್ವಂತ ನಫ್ಸರ ಮರಕಂಟ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕೊಂಟಿಲ್ಲ, ವಸಿಯತ್ ಹಾಕೊಂಟಿಲ್ಲ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിയമനിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഘട്ടത്തിലും പാലനാക്കി ജീവനാക്കിയ യഥാർത്ഥ മുത്തഖമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. തീർച്ചത്തെ സത്യവിശ്വാസിമാരെ, ഇന്നത്തെ ഖുതുബത്തെ വിഷയ ഇസ്ലാമിക് ചരിത്രത്തിൽ നടന്ന ഒന്നാമത്തെ യുദ്ധമായിട്ടുള്ള ബദർ യുദ്ധത്തെ സംബന്ധിച്ചിട്ടായിത്തേക്കും. നിങ്ങൾക്കെല്ലാവരും ഗൊಂತಿನ പോലെ ഹിജ്റ 2ാമത്തെ വർഷത്തിൽ റമളാൻ തിങ്കളിൽ നടന്ന ഒരു യുദ്ധമായിത്തേക്കറ് ബദർ യുദ്ധ ചൊല്ലിയത്. ബദർ ചൊല്ലിയ പക്കത്തിൽ നടന്നതായിത്തേക്കറ് ഈ യുദ്ധ. അപ്പം എന്ത് കൈത്തേക്കറ് ഈ ഒരു ബദർ യുദ്ധ നടന്നത്? ഇസ്ലാം ഒരിക്കലും യുദ്ധത്തെ ഭയസില്ല. ഇസ്ലാം ശാന്തിയും സമാധാനത്തെ ഒരു ദീനൈത്തിക്കറും. എന്നെങ്കിലും ചരിത്ര മുഖാന്തര പഠിക്കുമ്പോൾ എന്ത് കൈത്തിക്കറ് ഈ യുദ്ധം നടന്നിരെ ചൊല്ലുള്ള വിഷയ ഞങ്ങൾക്ക് മനസ്സിലാവും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലിലേക്ക് 40 വർഷമാകുമ്പോൾ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ഇഖ്റാ ചൊല്ലിയ ആയത്ത് അവതീർണമായ സന്ദർഭത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ റസൂലായിട്ട് തിരഞ്ഞെടുക്കൽപ്പെടും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് നുബുവത്ത് കിട്ടും. ആ സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ആൾമാരെ ഒരു പർവ്വതത്തെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കരുത്. ആ സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ ബില്ലിക്കേട്ട് എല്ലാ ആൾമാർ ആ പർവ്വതത്തേക്ക് വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയോറും. അതിൽ നബിയുടെ കുടുംബമുണ്ട്,
അവിടെ ഉള്ള എല്ലാ ആൾമാരും കടന്നു വന്നവർ. കാരണം ബിലിക്കിടെ അൽ അമീനൈത്തിക്കറ്, അങ്ങ് വിശ്വസ്തൻ ചൊന്തു പേര് വെച്ച ഒരു മനുഷ്യനൈത്തിക്കറ് ബിലിക്കരെ. അപ്പം എന്തിനാ ഒരു വിഷയം ഞങ്ങൾക്ക് പലക്ക പരിയോഗ ഇക്കോന്ന് ചൊന്തല്ല ഉദ്ദേശത്തിൽ അങ്ങെല്ലാവരും ആ പർവ്വതത്തെ മേൽ ഒരുമിച്ച് കൂടിയോറും. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൂടിയ ആൾമാർട്ടിಗೆ ഒരു വിഷയ ചൊന്തു. ഈ പർവ്വതത്തെ പിറവത്തുലു നിങ്ങളെ ഒരു കൂട്ട ആൾമാർ നിങ്ങളെ നശിക്കുಬೇನಾയിട്ട് ഒരു കൂട്ട ആൾമാർ കടന്നു വന്നിട്ടുള്ളവർ ചൊന്ത ನಾನು ചൊന്നെങ്കിൽ വിശ്വസിക്കടോറാ. അതായത് ഇപ്പം ഞങ്ങളുള്ള ഈ പർവ്വതത്തെ പിറവത്തിലിಂತ നിങ്ങളെ കൊല്ലുക നിങ്ങളെ ആക്രമിക്കുക ഒരു കൂട്ട ആൾമാർ വന്നോണ്ടുള്ളവർ ചൊന്നെങ്കിൽ അത് ನಾನು നിങ്ങളുടെ ചൊന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കോറാ ಅಂತ കേട്ടപ്പ എല്ലാ ആൾമാരും അവിടെ കൂടിട്ടിന്ന ആൾമാർ ചൊന്നರು ಅದೇ ನಂಗೆ ವಿಶ್ವಸಿಕ್ಕಿರ. ಕಾರಣ ನೀನು ಅಲ್ಲ ಮೀನ್ ಐತಿಕ್ಕಿರ, ನೀ ಕಲವು ಚೊಲ್ಲಾತ ಆಲ್ ಐತಿಕ್ಕಿರ. ಎಲ್ಲ ಆಲ್ಮಾರು ഒന്നടങ്ക ചൊന്നോರು. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തേക്ക് അവർ അള്ളാഹു ഏൽപ്പിച്ച പ്രമുഖമായിട്ടുള്ള ദൗത്യത്തെ ഇത്തിക്കറ അങ്ങനെ മുന്നോട്ട് ചൊല്ലോക്ക് പോണ്ടത്. എന്നെങ്കിലും ആ ആൾമാർ നിങ്ങൾ ಬಂದು ആക്രമിക്കര കാണ്ടി വലിയ ഒരു ശിക്ഷയെ കുറിച്ചിട്ട് ഉത്ബോധന തരുന്നതും അതേ വിഷയത്തിൽ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ നിന്ന് രക്ഷപ്പെടുത്തുകല്ലേ മാർഗത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പാടി തൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു നിങ്ങൾ വിജയിക്കോറു. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുന്നോട്ട് ചൊന്നതായിത്തേക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കോറു ചൊന്നപ്പ അപ്പൈത്തേക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംഗും നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആളെ അതായത് അബൂലഹബ് എഞ്ചി നിന്നെടുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ട് അവർ പലക്ക ചൊന്തു തബ്ബൻ ലക യാ മുഹമ്മദ് അൽ ഹാദാ ജമാഅതന. മുഹമ്മദ് നിക്ക് നാശമൈത്തേക്കറും അൽ ഹാദാ ജമാഅതന, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക ബേനൈത്തിക്കറ ഞങ്ങളുടെ കൂടെ നീ വിളിച്ചു കൂട്ടിയത്. കാരണം ഒന്നാമത്തേത് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായ ആളൈത്തിക്കറ് അബൂലഹബ്. ಅದಕ್ಕುள்ள ಕಾರಣ ಎಂದು ಚೊಂದಂಟಾಂಗ ಅಬೂಲಹಬ್ ಕಾಬಾಲത്തെ ഒരു പൂജാരി ആയിത്തിന്ത് അവിടെയുള്ള വിഗ്രഹത്തെ പൂജ ആക്കി കൊടുക്കുന്ന ഒരു പൂജാരി ആയിത്തിന്താറ് അബൂലഹബ്. അപ്പൊ അബൂലഹബ് മനസ്സിലായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നെങ്കിൽ ലാ ചൊന്നെങ്കിൽ ഇല്ല ഇലാഹ ആരാധിക്കൽപ്പെടുന്നവನು ഇല്ലല്ലാ അല്ലാഹു അല്ലാ అంటే. അപ്പൊ ആരാധിക്കൽപ്പെടുന്നവನು അല്ലാഹു മാത്ര ആയിട്ടായെങ്ക കാബാലെ തോൽകൊല്ല 300 ചില്ലറ വിഗ്രഹത്തെ എന്താക്കോ ಬರು വലിച്ചെരിಯೋgu ಬರು നന്റെ പണി പോവു. ഈ വിഷയ മനസ്സിലായ അബൂലഹബ് എഞ്ചി നിന്നിട്ട് നബിയുടെ മുഖത്ത് നോക്കി ചൊന്നെ തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദ് നിക്ക് നാശമുണ്ടോ എന്തെങ്കിലും അല്ലാഹു സുബ്ഹാനഹു അതേ ലഫ്ലുലെ അബൂലഹബ് ഉത്തര കൊടുത്ത തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. അതേ ലഫ്ലുൽ അല്ലാഹു സുബ്ഹാനഹു തിരിച്ച് ഉത്തരത്തെ അബൂലഹബും അല്ലാഹു കൊടുത്ത. എന്തെങ്കിലും സഹോദരന്മാരെ അത്തരത്തോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കണ്ണിൽ പൂവായിട്ട് കണ്ടോ ഇന്ന ആൾമാർ അങ്ങ ആ റസൂലിന്റെ വെറുക്കൊക്കെ സുറാക്കിയോറും. എന്തുകൊണ്ടൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ റായത്തെ ആൾമാർ എതിർക്കൊക്കെ സുറായേ? നബി അങ്ങനെ നിന്നിട്ട് ഒരു അധികാരം കേട്ടിട്ടില്ല, ഒരു സമ്പത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ദുനിയാവിടെ എന്തെങ്കിലും ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു സമയം ആവശ്യപ്പെട്ടെങ്കിൽ അങ്ങ് കൊടുക്കാൻ തോറും എന്തെങ്കിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നെ ചൊന്നൈത്തിക്കറ് നന്റെ അള്ളാഹു റസൂലായിട്ട് തെരഞ്ഞെടുത്തതാ, നാന് നന്റെ റബ്ബ് നക്ക് നുബുവത്ത് തന്നതാ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലോറ് നിങ്ങൾ വിജയിക്കോറും. ഈ ചൊന്ന വിഷയത്തിൽ മാത്രമൈത്തിക്കറ് ഒന്നാമത്തെ ശാപവാക്കി കിട്ടയിൽ പിന്നെ നബിക്ക് അണ്ടത്തെ നാളില് പിന്നെ ഭാരി പ്രയാസത്തെ ജീവിത ഇത്തിക്കറ് മക്കളത്തെ കലിഞ്ഞുകൂടോക്ക് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാടെ ആയത്തിങ്ങ ഇറങ്ങുമ്പോ ആൾമാര് മുന്നിൽ അത് ഓതി കൊടുക്കുമ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കലിമത്ത് തൗഹീദ് അങ്ങനെ മുന്നിൽ ചൊന്നു കൊടുക്കുമ്പോ അങ്ങ് ആരാധിച്ചൊന്നിന്റെ വിഗ്രഹത്തെ എല്ലാം അത് ഇലാഹ് അല്ല, അത് ആരാധ്യന്മാരല്ല. അങ്ങനെ നിങ്ങൾ ഇബാദത്ത് ಅದಕ್ಕೆ സമർപ്പിച്ചിട്ടായെങ്കിൽ നിങ്ങൾ കാലാകാല നരകത്തിൽ കത്തിയേറൽപ്പെട്ടു ചൊല്ലേ മഹത്തരമായ ആദർശ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നയിൽ പിന്നെ
ಭಾರಿ ರೂಪದಲ್ಲಿ ಪೀಡನಂ ಪ್ರಯಾಸನಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅನುಭವಿಕೋಗು ಬಂತು ಮಕ್ಕತ್ತಲು. നബി കാബാലത്തെ മുട്ട പോയിട്ട് സുജൂദ് പോലുമ്പോ എപ്പമാ അർത്ഥ ಒಂಟೆಡೆ ಕರ್ಲಂಗಲ್ ಇರ್ತವಂತ ನಬಿಡೆ ಕುಂಜಿನ ನೇರೆ ನಬಿಡೆ ಕಲ್ತಿಗಿಟ್ಟೋರು ನಬಿಗೆ ಸುಜೂದ್ ಎಣಿಕೋಗು ಸಾಧ್യമേ ಇಲ್ಲ. നബിയുടെ പരിഹാസ്യാക്കോ സുറാക്കിയോറു തമാശാക്കോ സുറാക്കിയോറു പല രൂപത്തിലുള്ള അപവാദങ്ങൾ നബിയുടെ മേലെ ഇടകു സുറാക്കിയോറു. എന്തുകൊണ്ട്? കാലില ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന പേരിൽ ആരാധനയ്ക്ക് അർഹനായ അള്ളാഹു മാത്രമേ ചൊന്ന പേരിൽ പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടു അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കോ ಬಂತು. പട്ടിണിയിലിട്ടോರು നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ആഹാരം കൊണ്ടുപോകണ്ടങ്ങനെ തടഞ്ഞു വെച്ചോರು മക്കത്തെ മുശ്രിക്കീങ്ങളായ ആൾമാർ. അങ്ങനെ നബിയുടെ മേൽ വിശ്വാസം വെച്ച് ബന്ധങ്ങളെ അങ്കും പല രൂപത്തിലുള്ള കഷ്ടപ്പാട് പ്രയാസത്തെ കൊടുക്കും സുറാക്കിയോറും. ഞങ്ങൊന്നുണ്ട് ചരിത്ര ചൊല്ലുണ്ടില്ല. ഒന്നാമത്തെ ഷഹീദായ പെണ്ണിങ്ങൈത്തിക്കറ് സുമയ്യ റളിയല്ലാഹു അൻഹ ഏത് രൂപത്തിൽ അങ്ങ് കൊന്നുകളഞ്ഞോറു. ബിലാൽ റളിയല്ലാഹു അൻഹു ഏത് രൂപത്തിൽ അങ്ങ് പ്രയാസം കൊടുത്തോറു. അങ്ങനെ ആ റസൂലിന്റെ മേൽ ആരൊക്കെ വിശ്വാസം വയ്ക്കിടോറ അങ്കൊക്കെ അങ്ങ് പ്രയാസത്തും ബുദ്ധിമുട്ടായിട്ടിക്കറ് അങ്ങ് കൊടുക്കും സുറാക്കിയത്. അങ്ങനെ ഇസ്ലാമികമായിട്ട് ദീനനുസരിച്ച് ജീവിക്കുള്ള സ്വാതന്ത്ര്യം അവിടെ നഷ്ടപ്പെട്ടു പോയിട്ട് അപ്പോൾ പോലും യുദ്ധത്തിന് പുറത്തായിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പോലും അള്ളാഹു നബിക്ക് യുദ്ധത്തിലുള്ള അനുമതി കൊടുത്തിട്ടില്ല. എത്രത്തോളം ചെന്നെങ്കിൽ സ്വന്ത മാപ്പിളുടെയും അതേപോലെ മോന്റെ എതിരു ഉമ്മടെ സുമയ്യ റളിയല്ലാഹു അൻഹ കൊന്നുകളഞ്ഞോറങ്ങ വികൃതമായിട്ട് കൊന്നുകളഞ്ഞോറും. അയിമടെ ഗുഹ്യ ഭാഗത്ത് ഒരു ഇരുമ്പടി ദണ്ഡന ഇട്ടിട്ട് അതിലൂടെ ചോര പറഞ്ഞ തൈമാശ ഈദായിട്ട് ഈ സന്ദർഭത്തിൽ പോലും ഇത്രമാത്രം ബുദ്ധിമുട്ട് മക്കത്തിൽ അനുഭവിക്കുമ്പോൾ ഒരു യുദ്ധത്തിലുള്ള ആഹ്വാനം അവിടെ വന്നിട്ടില്ല. കാരണം അതിലൂടെ ഇസ്ലാം പഠിപ്പാടത്തൻ്റെ ഒരു സത്യവിശ്വാസിക്ക് പേനായ സബൂറൈത്തിക്കർ ദുനിയാവുടെ ജീവിതത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസ അത് സ്വന്തം ജീവിതത്തിൽ പേനെങ്കാവട്ട് അവന് സബൂറെടുക്കൊണ്ടായിട്ട് ഇസ്ലാം ഞങ്ങൾക്ക് അതിലൂടെ പഠിപ്പാടത്തൻ്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വഹീ ಬಂತು. ഹിജ്റ പോണു വഹീ ಬಂತು. അതായത് മക്കത്തിൽ നിന്ന് വിട്ടു പോണു. കാരണം അത്ര മാത്രം നാൾക്ക് പോകുമ്പോ ഓരോ നാളിങ്ങനെ കടന്നു പോകുമ്പോ ഭാരി ബുദ്ധിമുട്ടുങ്ങായിട്ടിക്കറ അവിടെ നേരിടുക ബന്നെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ പോണുകൊള്ള കൽപ്പന ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അങ്ങനെ നബിയും സ്വഹാബത്ത് ഹിജ്റ പോയവരും മദീനത്തേക്ക് കടന്നു വന്നവരും മദീനത്ത് കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരി ദുഃഖായിട്ട്. കാരണം ആ റസൂലുള്ള ಬೆಲ್ಲಿಯಾയിട്ട് ಬನ್ನೆ ഒരു റായൈത്തിക്കറ് കൽച്ചി ಬೆಲ್ಲಿയായിട്ട് ബന്നെ ഒരു റായൈത്തിക്കറ്. ആ റായത്തിൽ നിന്ന് അല്ലെ ആ മക്കത്തെ ബൗണ്ടറി അവസാനം എത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ നേരെ മുഖയിട്ടിട്ട് ചൊന്തു മക്കമേ നീ നക്ക് ഇഷ്ടപ്പെട്ടതൈത്തിക്കറ നിന്റെ ആൾമാർ നന്റെ കറുത്തില്ല ഉണ്ടായെങ്കിൽ ನಾನು ಈ ಮಕ್ಕದಲ್ಲಿ ಜೀವಿಕಾಂತ ಚೊಂದೈತಿಗೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪ್ರಯಾಸ ಅನುಭವಿಸಿತ್ತು. ಕಾರಣ ഒരു സ്വന്ത റായത്തിൽ നിന്ന് വിട്ടുപോണ്ടൈത്തിക്കറ് ഹിജ്റ വിട്ടുപോണ്ടൈത്തിക്കറ്. അങ്ങനെ മദീനത്തുക്ക് പോയ സന്ദർഭത്തില് മദീനത്തില് അവിടെ മുഅ്മിനീങ്ങളായ ചില സ്വഹാബത്തിന്നോറും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിച്ചോറും അള്ളാഹിന്റെ റസൂൽ സ്വീകരിച്ചോറും അങ്ക് ഭാരി സന്തോഷമായിട്ട് അങ്ക് ഭാരി കൊസിയായിട്ട്. ആ സന്ദർഭത്തില് മക്കത്തിൽ നിന്ന് കാലി കയ്യിൽ ബന്നെ ആൾമാരുന്നൊരു സ്വഹാബത്ത് അങ്ക് ചൊല്ല് മുഹാജിരിങ്ങ ചൊന്തൈത്തിക്കറ്. മുഹാജിരിങ്ങ ചൊന്നെങ്കിൽ അള്ളാഹുടെ മാർഗത്ത് തങ്ങളെ സമ്പത്രം സ്വത്രം കുടുംബത്തും എല്ലാം മക്കത്തിൽ വിട്ടിട്ടു അള്ളാഹുടെ ദീന്റെ മാർഗത്ത് വേനായിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് വേനായിട്ട് ഈ ഇസ്ലാം ദീനിಗೆ ಬೇನಾയിട്ട് പല രൂപത്തിൽ എല്ലാ രൂപത്തിൽ അങ്ങനെ സമ്പത്തെല്ലാം വിട്ടിട്ടു മക്കത്തിൽ നിന്ന് മദീനത്ത് പോയെങ്കിൽ മുഹാജിരിങ്ങ ചൊല്ലേ. അവിടെയുള്ള അൻസാർമാരായ സ്വഹാബത്തുള്ളവരും അൻസാർമാർ ചൊന്നെങ്കിൽ ഈ കാലി കയ്യിൽ ബന്നെ സ്വഹാബത്തുക്ക് എല്ലാം കൊണ്ട് സഹായാക്കി ആൾമാർ. കച്ചവടം ഇന്നവനുണ്ട് പാതി കച്ചവടത്തെ ഇന്നൊരു സ്വഹാബത്തുക്ക് ഒരു അവ ഇന്നവന് പാതി അവാക്കിട്ട് ഇന്നൊരു ബന്നെ സ്വഹാബത്തുക്ക് അങ്ങനെ എല്ലാ രൂപത്തില് ആ സ്വഹാബത്ത് സഹായിച്ചോരു. അതായിട്ട് വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് അങ്ങനെ വിഷയത്തിൽ പഠിപ്പാട്ടുണ്ട്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه
അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലേ ഈ ദീനിൽ ഫസ്റ്റ് ആയിട്ട് കടന്നുപോയ അൻസാർമാരായ മുഹാജിരീങ്ങായ സ്വഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ട അങ്ങും അള്ളാഹുടെ തൃപ്തിപ്പെട്ട ചൊത്തു വിശുദ്ധ ഖുർആൻ ആ സ്വഹാബത്തിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആ സ്വഹാബത്തിക്ക് വിശുദ്ധ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങ് സ്വർഗത്തില് താൽഭാഗത്തിൽ ഒഴുകുന്ന സ്വർഗത്തിൽ അങ്ങ് കടന്നു പോണ്ട ചൊന്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പത്തന്നെ. അങ്ങനെ മദീനത്ത് കടന്നു വന്നതിൽ പിന്നെ അവിടും ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കുള്ള അവകാശ മുസ്ലിക്കിങ് കൊടുത്തില്ല. പാട് മുസ്ലിക്കിങ്ങളെ പ്രയാസ മദീനത്തിലും തുടങ്ങുന്ന സന്ദർഭത്തിലെത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലംകു അതെ അപ്പൊ പോലും ഒരു യുദ്ധത്തിന് അനുമതി കൊടുത്തിട്ടില്ല. ആ സന്ദർഭത്തിൽ പോലും എന്നെങ്കിലും നബിക്ക് ഒരു വാർത്ത കിട്ടും മദീനത്തില്. എന്ത് വാർത്ത ഇട്ടിക്കര് അബൂ സൂഫിയാന്റെ സംഘ അതായത് ഷാമുകു കച്ചവടത്തിക്ക് പുറത്താവണം. ഷാമുകു കച്ചവടത്തിക്ക് പുറത്തായിട്ട് ആ കച്ചവടത്തിൽ നിന്ന് വന്ന ലാഭത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായമാരെ നശിപ്പിക്കുകയായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിത്ത്. അങ്ങനെ അബൂ സൂഫിയാൻ അപ്പൊ മുസ്ലിക്കിങ്ങളെ കൂട്ടത്തിലേക്ക് അബൂ സൂഫിയാൻ നിന്നത്. അബൂ സൂഫിയാൻ ഷാമുകു കച്ചവടത്തിൽ പോകുമ്പോ ആ കച്ചവടത്തിൽ നിന്ന് ലാഭമായിട്ട് തിരിച്ചു പണ്ട സന്ദർഭത്തില് ആ കച്ചവട സംഘത്തെ തടയോഗു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാവുള്ളൂ. കാരണം ആ കച്ചവട സംഘം എന്തായെങ്കിൽ മക്കത്തേക്ക് എത്തിയെങ്കിൽ അതിലെ ലാഭത്തില് ഞങ്ങളെതിരായിട്ട് യുദ്ധ പ്രയോഗിക്കുന്ന ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാഹിತಿ കിട്ടിയപ്പ അള്ളാന്റെ റസൂൽ അത് തടയോഗു പടുത്താവണം. ഈ വിഷയം അബൂ സൂഫിയാൻ കിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിമാർ ഞങ്ങളെ തടയോട് ചൊല്ലേ യുദ്ധമല്ല അപ്പം യുദ്ധമല്ല ബദലായിട്ട് കച്ചവട സംഘത്തെ തടയോഗുബായിട്ടുള്ള ഒരു തീരുമാനമായിത്തേക്ക്. അങ്ങനെ ഈ വിഷയം അബൂ സൂഫിയാൻ കിട്ട സന്ദർഭത്തില് ഏതാ ഒരു മാർഗത്തിൽ അബൂ സൂഫിയാൻ രക്ഷപ്പെട്ടിട്ട് മക്കത്ത് കടന്നു പോയിട്ട് അബൂജഹലിന്റെ മീറ്റാവിടും നടന്ന് ബിസിയെല്ലാം അബൂജഹലിക്ക് ചൊല്ലും. ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കച്ചവട സംഘത്തെ തടയോഗു തീരുമാനിച്ചത് ഞങ്ങൾ വേറെ രൂപത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടുത്തിയ ഈ വിഷയം കേട്ട് അബൂജഹല് മക്കത്തിൽ നിന്ന് ആൾമാരെ കൂട്ടും. മക്കത്തിൽ ആൾമാരെ കൂട്ടിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പാടായിട്ടിരിക്കുന്ന അബൂജഹല്. ആ സന്ദർഭത്തിൽ അബൂ സുഫിയാൻ ചൊന്തു ഞങ്ങൾ യുദ്ധത്തിന് പോകണ്ടേ വേണ്ട, ഞങ്ങൾ രക്ഷപ്പെടുത്ത് വന്നല്ലേ, ഇന്ന് ഞങ്ങൾ യുദ്ധത്തിൽ പോകണ്ടേ വേണ്ട. എന്തെങ്കിലും അബൂജഹൽ കേട്ടില്ല. ഞങ്ങൾ ഇന്ന് പുറത്താവണു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ അന്യായമാരെ നശിപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ തിരിച്ചു പണ്ട ചൊല്ലേ ആ ഒരു ഉദ്ദേശത്തിൽ അബൂജഹൽ പുറത്താവൂ. എങ്ങനെ പുറത്താവു ഖുർആൻ പഠിപ്പത്തണ്ട്. ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ അന്നാസ്. ആൾമാർക്ക് കാണ്ട രൂപത്തില് ഒരു അഹങ്കാരമായിട്ട് അങ്ങനെ ഔത്തുല്ലിൻ തങ്ങ പുറത്തായവരു. എവിടേക്ക് പുറത്താവിടെ? ഒരു യുദ്ധത്തിക്ക് പുറത്താവിടെ. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൊന്തില്ല. മക്കത്തിൽ നിന്ന് അബൂജഹൽ അടക്കമുള്ള ആയിരക്കണക്കിലുള്ള സൈന്യ, ആയുധധാരിമാരായ സൈന്യ, അതേപോലെ വലിയ ഒരു സൈന്യ ഞങ്ങളെതൊരു യുദ്ധത്തിൽ കടന്നു പണ്ട് വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിൽ ഗൊന്തയില്ല. അങ്ങനെ അബൂജഹൽ അടക്കമുള്ള ആൾമാർ പുറത്തായ സന്ദർഭത്തിലേറ്റിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാർത്ത കിട്ട്. അതേ മക്കത്തെ ആൾമാർ പാടും ഞങ്ങളെ എന്താക്കി പോകും, ഞങ്ങൾക്ക് പ്രയാസ തന്നു, ഞങ്ങളെതിരെ യുദ്ധഘോഷണ ആക്കിയിടോರು. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൂട്ട സ്വഹാബത്തിനെ വിളിക്കുന്നു. ഒന്ന് മുഹാജിരിങ്ങ നേരത്തെ ചൊന്ന സ്വഹാബത്ത്, പിന്നൊരു അൻസാർമാരെ എത്തിக்கிறോರು. ഈ രണ്ട് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് അഭിപ്രായ കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കറു ഒരു നേതാവിടെ ഒരു ക്വാലിറ്റി എത്തിക്കുന്നത് അത് നാನೇ ಹಾಕಿರ ನಾನು ಒರ್ತನೆ ಅದರ ನಡಪಾಟ ಚೊಂತಲ್ಲ ಆ ಉದ್ದೇಶ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ಬದಲಾಯಿತು ಅಭಿಪ್ರಾಯ എടുക്കൽ തന്റെ സ്വഹാബത്തിനെ പാടിട്ട് അൻസാർമാരായ സ്വഹാബത്തിക്ക് മുഹാജിരിങ്ങായ സ്വഹാബത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കരുതാ അബൂജഹൽ അടക്കമുള്ള സംഘ ഇങ്ങനെ യുദ്ധത്തിൽ പുറത്തായിടರು. എന്ത് നിങ്ങൾ അഭിപ്രായ കേൾക്കുമ്പോ സ്വഹാബത്ത് എല്ലാരും ചൊന്ന നബിയെ നിങ്ങൾ മുന്നോട്ട് പോರು, നിങ്ങൾ കൂടെ ഞങ്ങളുള്ള അണ്ട് മൂസാ നബിയുടെ ആൾമാട്ടിಗೆ മൂസാ നബിയുടെ കൗമു ചൊന്ന പോലെ ഞങ്ങൾ നിങ്ങൾട്ടിಗೆ ചൊല്ലുല്ല നബിയെ ചൊന്തു സ്വഹാബത്ത് ചൊന്നു. എന്തായിട്ടിക്ക് മൂസാ നബിയുടെ കൗമു ചൊന്ന പലക്ക മൂസാ നബി അമാലിക്ക ചൊല്ല ഗോത്രത്തൊട്ടിಗೆ അന്നത്തെ സന്ദർഭത്തിൽ പാലസ്തീന് കടന്നു പോകുന്നു ഒരു യുദ്ധത്തെ അനിവാര്യമായിട്ട് വന്നപ്പ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായിമാർ യുദ്ധത്തിന് വിളിച്ച സന്ദർഭത്തിൽ
ആ നന്ദി കെട്ട ആൾമാർ ചൊന്ന ഒരു പളക്കെട്ടിക്ക് ഖുർആൻ ചൊല്ലു ഫദ്ഹബു അൻത വറബ്ബുക ഫഖാതില ഇന്ന ഹാഉനാ ഖായിദുൻ മൂസ നീനും നിന്റെ റബ്ബു പോയിട്ട് യുദ്ധാക്കോರು ನಂಗ ಬಂದಿಲ್ಲ ನಂಗ ಊಡಮೆ ದೈಕಿರ ಚೊಂತು ಮೂಸಾನೆ ಬಿಟ್ಟೆ ಮೂಸಾನೆ ಬಿರ ಆಲ್ಮಾರ್ ಅಂಡು ಚೊನ್ನೋರು സ്വഹാബത്ത് അത് ഇപ്പൊ ചൊല്ലി നെബിട്ടിക്ക് അണ്ട മൂസ നെബിട്ടിക്ക് ചൊന്നെ ആ പലക്ക നെബിയെ ഞങ്ങ ചൊല്ലില്ല നിങ്ങൾ ഒരു തന്നിക്ക് തുള്ളു ചൊന്നെങ്ങ് സാന്ത ഒരു പർവ്വതത്തിൽ കീഴ് തുള്ളു സാൻ ചൊന്നെങ്ങ് ഞങ്ങ തുള്ളുടാ എന്തുകൊണ്ട് ഞങ്ങ റസൂലേ ഞങ്ങ കേക്കല കാരണം അങ്ങ് അത്ര മാത്രം അള്ളാന്റെ റസൂലിനെ അങ്ങ് പിർസാക്കിയോർ ആ സ്വഹാബത്ത് അത് അള്ളാഹ് ചൊല്ലേ റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്തൊർത്തും തയ്യാറായിട്ട് ത്യാഗ സഹിക്കു റെഡിയായ ഒരു ആൾമാരെ ഒരു കൂട്ട ആൾമാരെ ഇട്ടിக்கிறോರು ആ സ്വഹാബത്ത് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവു എത്ര ആൾമാർ നബിയുടെ കൂടെ ഉള്ളേ 300 ചില്ലറ ആൾമാർ അങ്ങോട്ടേക്ക് ആയുധം ഇല്ല യുദ്ധ പരിണിതി യുദ്ധ ഗൊന്തുള്ള ആൾമാരും ഇല്ല അങ്ങനെ ഒരു 300 ചില്ലറ ആൾമാർ അതേ മദീനത്തിൽ നിന്ന് ബദർ ചൊല്ല പക്കത്ത് കടന്നു പോകണ്ടോറും അപ്പുറത്തെ സൈഡിൽ ആയിരക്കണക്ക് തുല്യ സംഘ ഇപ്പറ വന്നോണ്ടുണ്ടോ അങ്ങനെ യുദ്ധം നടക്കിற 302 ജാവുകോ ജണ്ടു കൂട്ടറും രണ്ട് ഭാഗത്തില് ടെന്റ് ഇട്ടിട്ടങ്ങ അവിടെ അണ്ടത്തെ ജാവു കലിഞ്ഞു കൂടിയോറും അതേ യുദ്ധം നടക്കിற 302 ജാവും അബൂജഹലിന്റെ ആ ആയിരക്കണക്കിലെ സൈന്യത്തെ അണ്ടത്തെ ജാവ് അങ്ങ് കുസിപ്പെട്ടോറും അങ്ങ് അണ്ടത്തെ ജാവുക വണ്ടിയുടെ അടുത്തത്ത് അതിൽ നിന്ന് ഭക്ഷണം തയ്യാറാക്കിയിട്ട് അങ്ങ് നല്ല രൂപത്തിൽ ആനന്ദിച്ചോറു കാരണം നാളെ യുദ്ധമൈത്തിക്കര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്യായന്മാരെ അവസാനമൈത്തിക്കര് ഈ ഇസ്ലാം ദീൻ ചൊല്ലത് കൂടെ പൊളിഞ്ഞു പോണ്ടു ഇന്ന് ഒരു രൂപത്തിലെ പ്രചാരം കൂടെ ഉണ്ടാവില്ല കാരണം ദുനിയാവുടെ മട്ടുക്ക് നോക്കുമ്പോ അങ്ങമൈത്തിക്കര് യാറ വിണ്ണാവുടെ ഭാഗമൈത്തിക്കര് കാരണം ആയിരക്കണക്കിന് ആൾമാർ നല്ല യുദ്ധ ഗൊന്തുള്ള ആൾമാർ ആയുധ സാമഗ്രി അങ്ങനത്തുണ്ടു ഇപ്പുറത്ത് എന്തും ഇല്ല ഒരു 300 ചില്ലറ ഒരു 300 1000 കണക്കാക്കുമ്പോ എവിടെ ഇട്ടിക്കര് എന്തിര ഒരു ഇത് കിട്ടും ഞങ്ങക്ക് അപ്പുറത്തെ ഭാഗം ഇട്ടിക്കര് അണ്ട് കൊസിപ്പെട്ടോರು 302 ജാവുകോ അബൂജഹൽ അടക്കമുല്ലേ ആ സൈന്യ കൊസിപ്പെട്ടിട്ട് ആനന്ദിച്ചോറും ആഹ്ലാദിച്ചോറും ആ ജാവുകോ എന്നെങ്കിലും ഇപ്പുറത്തെ ടെൻറ്റ് അവസ്ഥ നോക്കിണ്ടായെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ആ സ്വഹാബത്ത് തസ്ബീഹിലും ദിക്റിലും ദുആത്തിലും കണ്ണിൽ തന്നിട്ടുള്ള പ്രാർത്ഥനയിലെത്തിക്കര് ആ സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടണ്ട ഇത് യുഗശീകും നുആസ അമന മിൻഹു വയനസ്സിലു അലൈക്കും മിനസ് സമാഇ മാആ അതേ ആ സ്വഹാബത്ത് അണ്ടത്തെ ജാവുലു നാളെ എന്ത് രാവുಡು ഏത് രൂപത്തിൽ ആർക്ക് വിജയിക്കിട്ട് ചൊന്തു ആ രൂപത്തിൽ ആശങ്കലിക്കുമ്പോ അള്ളാഹുട്ടിಗೆ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആ സ്വഹാബത്തിന്റെ ഭാഗത്ത് ആകാശത്തിൽ നിന്ന് മലടെ ഇറക്ക തന്നിര അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്ക അങ്ങനെ ആ സ്വഹാബത്തിക്ക് പക്കത്തെ എല്ലാം അള്ളാഹു സംപ്പാക്കി കൊടുത്ത ആ സംപ്പ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ നിർഭയത്വത്തോടു കൂടി അണ്ട് ജാവു ആ സ്വഹാബത്തിനെ വറക്കി വിട്ടണ്ടായിട്ടിക്കര് വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടണ്ടേ യാതൊരു രൂപത്തില് ഭയപ്പാടില്ലാത്ത രൂപത്തില് ആ സ്വഹാബത്ത് വരങ്ങി പോയോറു എന്നെങ്കിലും സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരങ്ങിട്ടിന്നെ ടെന്റിൽ നിന്ന് പാതിര ജാവു എഞ്ചു നോക്കുമ്പോ അള്ളാന്റെ റസൂൽ വരങ്ങിട്ടിന്നെ പക്കത്ത് നോക്കുന്ന സന്ദർഭത്തില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാണ്ടില്ല അള്ളാന്റെ റസൂലിനെ കാണ്ടില്ല അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭയപ്പാടായിട്ട് പേടിയായിട്ട് അങ്ങനെ അവിടെ അന്വേഷിച്ചിട്ട് തേടിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഭയപ്പാടിൽ കാരണം അത്ര പിർസാക്കിയൊരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രൂപ സ്വന്തം ശരീരത്തെ കാണ്ടി അങ്ങ് യാറ് പിർസാക്കിയൊരു അള്ളാന്റെ റസൂൽ കാണാൻ അല്ലേ അതല്ലാണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറെ ഇഷ്ടപ്പെട്ട ആളായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തേടിത്ത് ആ യുദ്ധഭൂമിയില് ആ ടെന്റിന്റെ പക്കത്തെല്ലാം തേട്ടാകുമ്പോ ഒരു മരത്തടിയില് ഒരു ബുൾപ്പ് കേൾക്കിற അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബത്ത് എല്ലാം ഒരുങ്ങിട്ടിന്നെങ്കിൽ അണ്ടത്തെ നാളില് ഞങ്ങളെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്റെ യുദ്ധമായിത്തിക്കര് ആ 302 ജാവുകു ഒരു മരത്തടിയില് തന്റെ കൈ ഇങ്ങനെ ആകാശത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് തന്റെ കുഞ്ചിൽ ഒരു ഇന്ന തട്ടും അതും കീഴ് പോകുന്നുണ്ടോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുട്ടിಗೆ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവേ നന്റെ കൂടെ ബന്ന ആൾമാർ നന്റെ കൂടെ ബന്ന ഈ 300 ചില്ലറ ആൾമാർ അള്ളാഹുവേ അങ്കിടോഗു വസ്ത്രമില്ല അല്ലാ അങ്ങ് പാവപ്പെട്ടങ്ങ് അള്ളാഹുവേ കാലുകിടോഗു ചൊറുപ്പില്ല അല്ലാ അള്ളാന്റെ റസൂൽ ചൊല്ല അള്ളാഹുട്ടിಗೆ കാരണം അത്ര മാത്രം പാവപ്പെട്ട സ്വഹാബത്തായിട്ടിക്കറ അങ്ങ് ഉള്ളത്
അതേപോലെ അല്ലാഹുവേ അങ്ക് നീ സ്ഥൈര്യം ധൈര്യത്തെ കൊടുക്കണം അല്ലാഹുവേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിൽ യുസാബ ലം തുഅബദ് ഫിൽ അർള്. അല്ലാഹുവേ നാളെ നടക്കുന്ന യുദ്ധത്തില് ഈ ചെറിയ സംഘം എന്തായി നശിച്ചു പോയെങ്കിൽ നിന്റെ മാത്രം ഇബാദത്ത് എടുക്കൂ, നിന്നെ മാത്രം ആരാധിക്കൂ. ഭൂമി ലോകത്തിൽ ഒരാളും ബാക്കിയാവില്ല അല്ലാഹു ചൊന്തോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കണ്ണിൽ നിന്ന് അല്ലെ ചരിത്ര പഠിപ്പാട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെച്ച ഭാഗം ഇടീ ആ മറുഭൂമി അത്ര ഭാഗം ചണ്ടിയായിട്ട് പോയിട്ട് അങ്ങനത്തെ ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഇട്ടിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംന്റെ താടി രോമങ്ങ ഇടീ ചണ്ടിയായിട്ട് ആ തന്നിങ്ങ ഇങ്ങനെ ആ മരുഭൂമി കിട്ടിയോണ്ടുണ്ട്. ഇത് നോക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ മുട്ട കടന്നു പോയിട്ട് ആ തട്ടത്തെ കുഞ്ചിക്കിട്ട് കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നബി അബൂബക്കർ നിങ്ങൾ മയ്യാവ് റസൂലേ അള്ളാഹുട്ടിക്ക് പ്രാർത്ഥിച്ചത് മയ്യാവും, അള്ളാഹു നിങ്ങളെ കൈവിടലാണ്ടിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലേ അള്ളാഹു അവന്റെ വാഗ്ദാനത്തെ തീർച്ചയായിട്ടും പൂർത്തിയാക്കോ ചൊന്തയിട്ടിക്കര്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലംಗೂ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധൈര്യം കൊടുക്കരെ. അങ്ങനെ പിറ്റേണ്ട് അതെ നോമ്പ് പോണേൽണ്ട് യുദ്ധ തുടങ്ങിയ സന്ദർഭമായിട്ടിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്രെല്ലാം സൊഫ് നിപ്പാട്ടർ അല്ലേ. ഇന്നത്തെ ನಂಗೆ ಗೊತ್ತುಂಟು ഒരു മിലിറ്ററിങ് ഒരു യുദ്ധത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അങ്ങ് സൊഫ് നിൽക്കണം, ലൈന് നിൽക്കണം. അത് പഠിപ്പാട്ടൻ്റെ നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒരു യുദ്ധത്തിന് ഒരു മിലിറ്ററിമാരെ റെഡിയാക്കണം, ആ യുദ്ധത്തിൽ പോണ്ട ആൾമാരെ എങ്ങനെ അങ്ങ് ധൈര്യം കൊടുക്കും ചൊല്ലില്ലേ എല്ലാ സിസ്റ്റമുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കമാൻഡർ എന്ന നിലക്ക് അണ്ട് സഹാബത്തുക്ക് പഠിപ്പാട്ടി കൊടുക്കൂ. അങ്ങനെ 300 ചില്ലറ ആൾമാരും അപ്പുറത്തിൽ നിന്ന് അബൂ ജഹൽ ഉള്ള ആയിരക്കണക്കിന് ആൾമാരായിട്ടിക്കര് ഉള്ളത്. യുദ്ധം തുടങ്ങുന്ന സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശഭൂമിനെ പടച്ചേ അല്ലെ ഏൽ ആകാശത്തെ മേൽ അർശിന്റെ മേലുള്ള അല്ലാഹു അതാ മലായികക്ക് വഹീദ് അല്ലാഹു കൊടുക്കുറാ, മലായികക്ക് വഹീ കൊടുക്കുറാ. വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടുണ്ട് ഇത് യൂഹി റബ്ബുക ഇലൽ മലായികതി അന്നി മഅകും ഫസബ്ബിത്തുല്ലദീന ആമനു. മലായികങ്ങളെ നിങ്ങൾ മുഅ്മിനീങ്ങളെ ആരാ മുഅ്മിനീങ്ങ 300 ചില്ലറ സ്വഹാബത്തിനെ ധൈര്യമായിട്ട് നിങ്ങൾ നിപ്പാട്ടോറോ. അതേപോലെ സവുൽഖിയ ഫീ ഖുലൂബില്ലദീന കഫറു അബാദ്. അതേപോലെ സത്യനിഷേധിങ്ങളെ കൽബുകു ನಾನು ಭಯത്തെ ಇಟ್ಟು ಕೊಡುಕುರೆ ಮಲಾಯಿಕಿಂಗಲೆ ಇರಂಗರು ನಿಂಗ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆല ಮಲಾಯಿಕಿಂಕು ವಹೀದ್ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು കൊടുക്കുറ. ആകാശത്തു ലോകത്തിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണ്ട് ആയിരക്കണക്കിന് മലായിക്കിങ്ങ അതേ അല്ലാഹുവിന്റെ റസൂലുക്കും സഹാബത്തുക്കും സഹായിയായിട്ട് അല്ലാഹു കടുത്തറായിട്ടിക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങൾട്ടിക്ക് ചൊല്ലിട്ടിക്കര മലായിക്കിങ്ങൾടെ ഫൗഖൽ അനാഖി വളിരിബു മിൻഹു കുല്ല ബനാൻ. അങ്ങൾ പെറഡിനും അങ്ങൾ ബെർലിനും നിങ്ങ കൂളാക്കി വിടോർ ചൊന്തായിട്ടിക്കര അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കിങ്ങൾക്ക് നിർദ്ദേശിക്കരെ. അങ്ങനെ മലായിക്കിങ്ങളെ കൊണ്ട് അല്ലാഹു ആ ബദർ യുദ്ധത്തിൽ സഹായിച്ച ഈ 300 ചില്ലറ ആൾമാർ ആ യുദ്ധത്തിൽ വിജയിച്ചോറു. അതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പാട്ടുണ്ട്. ഇതിൽ പാഠം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വ ഇൻ യഖ്ദുലുക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദിഹി വ അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 300 ചില്ലറ ആൾമാർ അല്ലാഹു വിജയ കൊടുത്ത 1000 ചില്ലറ കണക്കുള്ള ആ മുശ്രിക്കീങ്ങ അബൂ ജഹൽ അടക്കമുള്ള ആൾമാർ ആ ഒന്നാമത്തെ യുദ്ധത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയോറു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഭാഗത്തിൽ വിജയ കൊടുത്ത. എന്തുകൊണ്ട് അങ്ങ് അല്ലാഹു വിജയ കൊടുത്ത? അങ്ങ് അല്ലാഹുട്ടിಗೆ പ്രാർത്ഥിച്ചോറു, അല്ലാഹുടെ ദീന്റെ അങ്ങ് ഇഷ്ടപ്പെട്ടോറു, അല്ലാഹുടെ മാർഗത്തിൽ അങ്ങ് ജീവിച്ചോറു. അതായിട്ട് അല്ലാഹു ചൊല്ലേ ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വ ഇൻ യഖ്ദുലുക്കും ഫമൻ ദല്ലദി യൻസുറുക്കും മിൻ ബഅദി. അല്ലാഹു നിങ്ങൾക്ക് സഹായക്കറ ചൊന്നിട്ടായെങ്കിൽ അല്ലാഹു വിചാരിച്ചിട്ടായെങ്കിൽ നിങ്ങളെ സോപ്പാട്ടങ്ങ ആരും ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റപ്പെടുത്തെങ്കും സമ സമൂഹത്തിൽ ഒരാളായിട്ട് നിണ്ടെങ്കും സമ അല്ലാഹു നിങ്ങളെ സഹായിക്കറ ചൊന്ത് തീരുമാനിച്ചിട്ടായെങ്കിൽ ഈ ദുനിയാവ് ഒന്നായെങ്കും നിങ്ങളെ സോപ്പാട്ടക്കും സാധ്യമല്ല. അതേ നേരത്തെ അല്ലാഹു പിന്നെ വിഷയം ചൊല്ല അല്ലാഹു നിങ്ങളെ കൈവിട്ടുണ്ടായെങ്കിൽ നിങ്ങൾ എത്ര ആൾമാരുണ്ടെങ്കും നിങ്ങൾ വിജയിക്കും ഒരിക്കലും സാധ്യമല്ല എന്ന് അല്ലാഹു ആയത്തിൽ അവസാനിപ്പിക്കരേ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസിങ്ങ അങ്ങ് അല്ലാഹുടെ മേൽ പറമേൽപ്പിക്കട്ടെ. ഞങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് സഹായ വേണ
ഞങ്ങൾ അള്ളാഹുടെ മാർഗത്തിൽ സ്ഥിരമായിട്ട് നിണ്ടെങ്കിൽ ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും റബ്ബ് പഠിപ്പാട്ട് തന്നെ പോലെ അവന്റെ റസൂൽ പഠിപ്പാട്ട് തന്നെ പോലെ ഞങ്ങൾ മാർഗത്തിൽ നിണ്ടെങ്കിൽ ആ റസൂൽക്കും സഹാബത്തുക്ക് മാത്രമല്ല വിജയം കിട്ടേ ഞങ്ങളുടെ ജീവിതത്തിലും അത് ഞങ്ങൾക്ക് കാണുക കിട്ടും. ഈ ഭൂമി ലോകത്തിൽ ഞങ്ങൾക്ക് കാണുക കിട്ടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാർത്തും ഒരാളല്ലേ, ഇടീ റായം എതിരല്ലേ, എന്നിട്ട് ആർഗേറ്റിക്ക് വിജയം കിട്ടിയേ, ആറേറ്റ് അള്ളാഹു രക്ഷപ്പെടുത്തേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ. കാരണം അങ്ങ് അള്ളാഹുടെ മാത്രമേ ആരാധിച്ചോളൂ. അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ ഈ ചരിത്ര പഠിപ്പാട്ടന്റെ പാഠമായിത്തിക്കര് അള്ളാഹുടെ ദീനിൽ സ്ഥിരമായിട്ട് നിണ്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് ഇസ്സത്ത് തണ്ട, അഭിമാനത്തെ അള്ളാഹു തണ്ട. ഞങ്ങൾ ഇതീ ദുനിയാവുള്ള ക്വാളിറ്റി ഉള്ള ആൾമാരായിട്ട് തീർന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം ഞങ്ങൾ പഠിച്ചങ്ങ. ചുരുളുമുടിയായ കറുകറുത്ത മനുഷ്യൻ, ഇടകു പോലും വസ്ത്രമില്ല, അടിമത്ത ഇന്ന മനുഷ്യൻ. എന്നിട്ട് ആ ബിലാൽ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്ന പേരില് മറുഭൂമിയിൽ അങ്കാത്തമായിട്ട് ബൽത്തിട്ട് അതിന്റെ നെഞ്ഞിന് മേൽ പാറക്കല്ല് വെച്ചിട്ട് അതേ ചാട്ടവാല് കൊണ്ട് അയാൾക്ക് അടിക്കുന്ന സന്ദർഭത്തില് അയാളുടെ കാലിന്റെ വണ്ടേ കെട്ടിട്ട് വണ്ടയുടെ ഓട്ട് പാട്ടുമ്പോ അയാളുടെ മുതലിങ്ങനെ ആ മുതല് തോലിങ്ങനെ ഗീരി പോകുമ്പോ ആ മുതലിങ്ങനെ ചോരങ്ങ കടന്നു പറയുമ്പോ അല്ലാഹു അഹദ് ചൊന്ത് പ്രഖ്യാപനാക്കിയ ബിലാൽ റളിയല്ലാഹുവിന്റെ പേര് ഇണ്ട് ഞങ്ങൾ കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചൊല്ലാം. അള്ളാഹു കൊടുത്ത് ഇസ്സത്തായിട്ടിരിക്കുന്നത്, അള്ളാഹു കൊടുത്ത് അഭിമാനായിട്ടിരിക്കരുത്. ഞങ്ങൾ ദീന്റെ എത്രമാത്രം സുമറാക്രമ അത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളും സുമറാക്കി കൊണ്ടാം. അതിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇസ്സത്തുള്ള ദീൻ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടിരിക്കരുത്. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കളും അള്ളാഹുടെ മാർഗത്തിൽ അള്ളാഹു റസൂൽ പഠിപ്പാത്തന്റെ മാർഗം ജീവിച്ചിട്ടെങ്കിൽ ദുനിയാവിലും ആഖിറ ഈ ദുനിയാവിലും ആഖിറത്തിൽ അള്ളാഹുടെ സഹായം ഞങ്ങൾക്ക് കിട്ടും. അതിൽ യാതൊരു സംശയം വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കരുത് യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യവിശ്വാസിമാരെ, ഞങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ ബദർ യുദ്ധത്തെ സംബന്ധിച്ചിട്ട്. അപ്പം ചെറിയ മട്ടിൽ ബദർ യുദ്ധത്തെ ചരിത്രം ഞങ്ങൾ മനസ്സിലാക്കാം. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുമല്ലേ സഹോദരന്മാരെ, ബദർ യുദ്ധത്തിൽ ആ സ്വഹാബത്ത് അള്ളാഹുട്ടിക്കൈറ്റിക്കർ അങ്ങ് സഹായിക്കേറ്റതും ഇത് തസ്തഗീസൂന റബ്ബക്കും അങ്ങ് തങ്ങളെ റബ്ബുട്ടിക്ക് ഇസ്തിഗാസാക്കിയോ. ഇസ്തിഗാസ ചൊന്നെങ്കിൽ സഹായിക്കേട്ടോ. ആര്? ആ സ്വഹാബത്ത്. എന്തെങ്കിലും സഹോദരന്മാരെ, ഇന്ന് ഞങ്ങളുടെ സമുദായത്തിൽ നോമ്പ് പോണേൽ രണ്ട് ജാവ് കടന്നു വന്നിട്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ കാണുക്കിട്ടേ ബിദഅത്തും ശിർക്കൻ വിശ്വാസമായിട്ടിക്കര് ബദറിങ്ങളെ ആണ്ട് ചൊന്താക്കരുത് അല്ലേ. നോമ്പ് പോണേൽ രണ്ട് ജാവുകൂ നല്ല ഭക്ഷണം എല്ലാം തയ്യാറാക്കിയിട്ട് വിതരണ ആക്കരുത് ഞങ്ങൾക്ക് കാണുക കിട്ടും. ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ, ദീനായ രൂപത്തിൽ ഞങ്ങൾ മനസ്സിലാക്കും. കാരണം ഇത് പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയ, ഇത് ആരും വിമർശനാക്കുള്ള വിഷയമല്ല. പരലോകത്തിട്ടെങ്കിൽ അത് ഹക്കയുടെ രൂപത്തിൽ അത് ആൾമാർക്ക് ചൊന്നു കൊടുക്കുന്നു. അത് കൈപ്പയെങ്കും സമ എന്തിനു നേര് ആ നേരെ പോലെമേ ആൾമാർക്ക് ചൊന്നു കൊടുക്കുന്നു. നോക്കൊരു സഹോദരന്മാരെ, ഹിജ്റ 2ാമത്തെ വർഷത്തേക്ക് ഈ യുദ്ധം നടക്കറേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 14ാമത്തെ വർഷത്തിലേക്ക് വഫാത്ത് അവിടെ. അപ്പോൾ ആ ജണ്ടറെ പിടിച്ച് പോകുന്നതിന് നടുവ് സുമാർ 8 റമളാൻ തിങ്കൾ നബിയുടെ ജീവിതത്തിൽ കടന്നു വന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ കടന്നു. ആ ബദരിങ്ങൾ നേതാവാറ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റമളാൻ തിങ്കൾ കിട്ടിയിട്ടും ആ ഏതെങ്കിലും ഒരു റമളാൻ്റെ പോണേൽ രണ്ട് ജാവുകോ ഒരു വണ്ടിയുടെ അർത്ഥത്ത് എന്തെങ്കിലും ഭക്ഷണ വിതരണാക്കി കൊടുത്തത് ഏതെങ്കിലും പ്രമാണത്തിൽ ഞങ്ങൾക്ക് കാണുക കിട്ടുക. ഭക്ഷണം ഒരു വണ്ടി കൂടെ വരും, ഒരു ഈത്തപ്പല ഇങ്ങ് ദാനാക്കിയത് ഞങ്ങൾക്ക് ഉണ്ട് സഹോദരന്മാരുടെ ചരിത്രത്തിൽ. അതേറ്റിക്ക് സമൂഹത്തിലേക്ക് കേൾക്കുന്നത് അൻ്റെ റസൂൽ അത് ആക്കിയിട്ടില്ല. കാരണം അത് ആക്കി കാട്ടുന്ന ആളാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുന്നുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ ഞങ്ങൾക്ക് സ്വർഗത്ത് പോകേണ്ട കാര്യ ഏതിൽ നിന്ന് പുട്ടെ ഞങ്ങൾ നരകത്തിന് രക്ഷപ്പെട്ട ചൊന്ത് പഠിപ്പാട്ടൻ്റെ നേതാവായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തുള്ള ആ നോമ്പ് ജാവ് പോനെല്ലാം ജാവു ഇങ്ങനത്തുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ആചാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്തില്ല. ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സഹോദരന്മാരെ, അന്നത്തെ നാളില് ബദർ മൗലൂദ് ഓതറോ ഞങ്ങൾക്കൊന്നുണ്ടോ? ആ ബദർ മൗലൂദ്
തനിച്ച് ശിർക്കൻ വിശ്വാസം എത്തിക്കുന്നതിലുള്ളത്. നോക്കൊരു സഹോദരന്മാരെ, ഫജ്ർ ലഭിച്ച് മഗ്രിബ് തോലും പൈച്ച് തെച്ചിട്ട് കുടിക്കാൻ തെച്ചിട്ട് അള്ളാന്റെ പക്കൽ പ്രതിഫലം കിട്ടും ചൊന്തല്ലേ ഞങ്ങൾ നോമ്പ് പിടിക്കരേ എന്നെങ്കിൽ ഈ നോമ്പ് പോലും ഞങ്ങൾ നിന്നിട്ട് അള്ളാഹു ബാത്തിലാക്കി കല്ലപ്പെട്ട പണിയല്ലേ ഇത് സഹോദരന്മാർ. നിങ്ങൾ നോക്കൂ, ആ ബദർ മൗലൂദിലെ രണ്ട് ഭാഗത്തെ നിങ്ങൾ മുന്നിൽ ഓദിക്കപ്പെട്ട സഹോദരന്മാരെ, ദാഹം വിശപ്പോ കുടമ തളർച്ചയോ തടിയിൽ മറലോജിൻ സൈത്താൻ ചതിയാലോ ദേഹം വലഞ്ഞോ നീ പേരിനെ ചൊല്ലുകിൽ വിളി തീരുന്നതിന് മുമ്പേ ശിഫയാകുമെന്നോവർ. അതായത് നിന്റെ ശരീരം നിക്ക് പസിയുണ്ടാ, നിക്ക് ദാഹിക്കറ, തടിയിൽ ജിന്നരം സൈത്താന്റെ ചതിയുണ്ടാ, ഏതെങ്കിലും കാരണത്തിൽ നിന്റെ ശരീരത്ത് ഉഷാറില്ലേ, നീ ബിലി. ആര് വിളിക്കുന്നു ചൊല്ലേ? അള്ളാഹുടെ അല്ല. ബദരീങ്ങളേണ്ട് നീ ബിലി തീരുന്നതിന് മുമ്പേ ശിഫയാകുമെന്നോവാർ. നീ ബിൽച്ച് തീർക്കും മുന്നേ നിക്കെന്താവൂ ശിഫാവും. സഹോദരന്മാരെ, ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് എത്രമാ സ്വഹാബത്ത് സീക്ക് കൊണ്ട് മരണപ്പെട്ടു പോയിടും ചരിത്രം നമുക്ക് പഠിപ്പാട്ടുണ്ട്. ആ ബദറിങ് ആട്ടികേറ്റിക്കറ് ആ സീക്ക് സിഫാവുക്ക് പ്രാർത്ഥിച്ച് ആട്ടികേറ്റിക്കറ് അഷ്ഷാഫി അത് അള്ളാഹുടെ സിഫത്ത് ഇട്ടിക്കറ്, അള്ളാഹുടെ ഗുണലക്ഷണം ഇട്ടിക്കറ്. ഒരു മനുഷ്യക്ക് സീക്ക് പണ്ടെങ്കിൽ ആ സീക്ക് സിഫത്ത് ഉണ്ടാവും അള്ളാഹു മാത്രമേ, അത് ബദറിങ് അല്ല. ആ സിഫത്ത് ഇട്ടിക്കറ് ബദറിങ് കൊടുത്തോണ്ടുള്ളത്. അത് ചൊല്ലി ശിർക്കുണ്ട്. ഈ ശിർക്കാക്കിണ്ടായി ഞങ്ങൾ അമലെല്ലാം ബാത്തിലായിട്ട് പോയിട്ട് തീർന്നില്ല. ഇരയും പകലും ഏതോ ഒരു നേരത്തും എല്ലാ താരത്തിലും ഹാലിയറാകുമെന്നോവർ. നീന് ജാവും പോലും ഏത് നേരം നോക്കണ്ട, ഏത് പക്കത്തിൽ ദുനിയാവിൽ നീ ബിലി ഹാലിയറാകുമെന്നോവർ. ബദരിങ് ഹാലിയറാവോളും. നീന് ജാവും പോലും നോക്കണ്ട, ദുനിയാവുടെ ഏത് ഭാഗത്തിലും ನೀನು ಬದಿರಿಂಗಲೇ ಬಿಲ್ಸಂಟಾಂಗೆ ಹಾಲಿರಾಗುಮೆನ್ನೋವರ್ ಅಂಗ ಹಾಲಿರಾವೋಡು ಚೊಂತ ಇಟ್ಟಿಕ್ಕಿರ ಪಾಟ್ರು ಸಹೋದರಮಾರೇ. அல்லாஹ் சுப்ஹானஹு தஆலா സമീഅ എല്ലാം കേൾக்கிறവൻ, ബസീർ എല്ലാം നോക്കുന്നവൻ. സഹോദരന്മാർ, ദുനിയാവുടെ ഏത് ഭാഗത്തിലും ആര് എവിടെ എന്ത് വിളിച്ചിട്ടും അത് കേൾക്കിற ആരായിട്ടിക്കറ അള്ളാഹു മാത്രമേ എത്തിക്കണം. അത് അള്ളാഹുവിന്റെ സിഫത്ത് മാത്രമേ എത്തിക്കരുത്. സമീഅ അത് അള്ളാഹുടെ ഇസ്മ എത്തിക്കരുത്. ആ പവർ ആര് കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെ ബദരീങ്ക്. വാസ്തവത്തിൽ ബദരീങ്ക് അങ്ങനെ ആക്കിയോറാ ഇല്ല. അങ്ങനെ ആ പ്രയാസഘട്ടത്തിൽ അതല്ലേ ഇത് തസ്തഗീതൂന റബ്ബകും അങ്ങനെ റബ്ബിട്ട് സഹായിക്കട്ടെ. അപ്പൊ നിങ്ങൾ കേൾക്കൂർ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു പ്രോബ്ലം എത്തിക്കുള്ളത്, എന്ത് പ്രോബ്ലം ഇല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലിയ ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. ഞങ്ങൾ അത് സ്പഷ്ടമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പാത്തണ്ട, അല്ലാഹുവിന്റെ റസൂലിന്റെ പഠിപ്പാത്തന്നെ. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, നിങ്ങൾക്കും നിങ്ങളെ കാട്ടി മുതൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഞങ്ങൾ വഹീടെ കൊടുത്തറ. ആ വഹീൽ എന്തായിട്ട് കൊടുത്തേ? ലഇൻ അശ്റക്ത நீங்க எனக்கு சிறுக்காக்கிட்டாங்க. சிறுக்கு சொன்னீங்க அல்லாஹுக்கு மாத்திரமே சாத்தியமுள்ள விஷயத்தை படுப்புங்க கொடுக்கும்போ அவரு சிறுக்கு பண்டு, அல்லாஹுக்கு சரிசமானாக்கும் அவரு சிறுக்கு பண்டு. അങ്ങനെ சிறுக்காக்கிட்டாங்க. லா யஹ்பதன்ன அமலுகா, நீங்கள் எல்லா அமலும் பாத்திலாயிட்டு போண்டு நபியே. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാര കൂട്ടത്തിൽ പെട്ടുപോണ്ടവരും. ഈ നോമ്പ് പോലും ഞങ്ങൾ നിന്ത് ബാത്തിലായിട്ട് പോകും. ഈ നോമ്പ് പോലും അള്ളാഹു സ്വീകരിക്കും. കാരണം നന്റെ ഇസ്ലാമിന്റെ ഫൗണ്ടേഷന് ശരിയായിട്ടില്ല. ഞാൻ അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, അങ്ങനത്തെ സഹായിക്കട്ടില്ല. എന്നെങ്കിലും ബദർ യുദ്ധം നടന്നതേ അള്ളാഹുട്ടിക്ക് മാത്രമേ കേൾക്കൂ. വേണായിട്ട് ബദർ യുദ്ധം നടന്നതേ രണ്ട് കൂട്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബ ചൊല്ലേ ನಂಗೆ ಅಲ್ಲಾಹು ಮಾತ್ರಮೇ ಮೈ ಸೊಂತು. ಇಪ್ಪತ್ತು ಅಬೂ ಜಹಲ್ ಚೊಲ್ಲೆ ನಂಗೆ ಅಲ್ಲಾಹು ಬೇನು, ಲಾತ ಬೇನು, ಉಜ್ಜ ಬೇನು, ಮನಾತ ಬೇನು. ಇದಕ್ಕೆ ಇಟ್ಟಿಕ್ಕರು ಯುದ್ಧ ನಡೆದರೆ ಅಲ್ಲ ಅಂತೆ ಇಸ್ಲಾಮಿಕ್ ಸಾಮ್ರಾಜ್ಯ ವಿಸ್ತರಣೆ ಹಾಕೋದು ಅಲ್ಲ, ಅದು ಯುದ್ಧ ನಡೆದರೆ അല്ലെങ്കിൽ ദുനിയാവുടെ ഏതെങ്കിലും അനുഗ്രഹ ന്യാമത്ത് കിട്ടുക അല്ല യുദ്ധം നടന്നത്. ബദലായിട്ട് ഈ ഒരു ആദർശത്തെ നടുലായിട്ടിക്കര് യുദ്ധം നടന്നത് ചൊല്ലിയ വിഷയ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും സഹോദരന്മാരെ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബ് ദഅവതദ് ദാഇ ഇദാ ദഅാൻ. നബിയെ ചൊന്നു കൊടുക്കൂ നന്റെ അടിമമാട്ടിക. അല്ലാഹു നന്റെ വിഷയത്തിൽ നന്റെ അടിമമാർ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചൊന്നു കൊടുക്കൂ ഫഇന്നി ഖരീബ്, ഞാൻ ഞങ്ങളെ മുട്ടവില്ല. ഖരീബ് ചെന്നെങ്കിൽ മുട്ടവില്ല. ഉജീബ് ദഅവതദ് ദാഇ ഇദാ ദഅാൻ, വിളിച്ച് കേൾക്കുന്നവൻ നന്നിട്ട് കേൾക്കട്ടെ, കേൾക്കുന്നവൻ നന്നിട്ട് പ്രാർത്ഥിക്കട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര വ്യക്തമായിട്ട് തൗഹീദും ശിർക്കുടെ ഇസ്ലാം പഠിപ്പാർത്തണ്ട്. തൗഹീദ് ചൊല്ലത് ക്ലിയറായ റൂട്ട് എത്തിക്കണം. നാനും എൻ്റെ റബ്ബ് മാത്രം എത്തിക്കുന്നത്. ആ അല്ലാഹു ഖൈറുൻ അമ്മാ യുശ്രികൂൻ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലനാക്കിയിട്ട് നിങ്ങൾക്ക് വേണമായിട്ടുള്ള എല്ലാ നിഅമത്ത് തന്നെ ആ
അല്ലാഹു ഖൈറുൻ, ആ അല്ലാഹു ആയിട്ടിക്കറന നിങ്ങക്ക് ഖൈറ്, അതല്ല അമ്മ യുസ്രികൂൻ, നിങ്ങൾക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമാക്കുകയാവട്ടെ ഈ പടുപ്പുങ്ങമ ഖൈറ്. ആരാ ഖൈറ് സഹോദരന്മാർ? ഞങ്ങൾ റബ്ബല്ലേ ഖൈറ്. ജീവിതത്തെ എല്ലാ ഘട്ടത്തിലും എന്ത് പ്രയാസം ಬಂದೆಂಗು ഞങ്ങളെ മനസ്സിനെ അരിടവನು, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണവನು, അതിക്ക് ഉത്തരത്തെ ഉണ്ടെന്ന് അള്ളാഹു മാത്രമേ. അതുകൊണ്ട് മരിക്കണോടത്തോളം സഹോദരന്മാരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ കലിമത്ത് തൗഹീദിനെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ചെറിയ കടുക് മണിൻ്റെ അത്ര യാറ് കൊടി ಬಂದೆಂಟಂಗೆ ಲಯಹಬತನ್ನ ಅಮಲುಕ, ಪರ್ವತದ ಉಯರ್ತತ್ರ ನೀ ಅಮಲಿರ್ತೆಂಗುಂ അള്ളാഹുക്ക് അത് ബാൻഡ് ಅಂತ ഇട്ടിക്കറ്. വല തക്കൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാര കൂട്ടത്തിൽ അവിടെ മാത്രമല്ല ഹറമല്ലാഹു അലൈഹിൽ ജന്ന, നീ സ്വർഗത്തുക്ക് നിനക്ക് സ്വർഗ ഹറാം ചെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ മാർഗത്തിൽ പരിപൂർണമായിട്ട് ജീവനാക്കുകയും ആ തൗഹീദിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരണപ്പെടുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഒരു വിഷയം ചൊല്ലുകൊണ്ടു നിങ്ങൾ ಪ್ರತಿ ವಾರ ಅದೇ ഞങ്ങളെ പല്ലിയുടെ കളക്ഷൻ്റെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കും സഹോദരന്മാരെ. ഞങ്ങൾ മനസ്സിലാക്കണം കുറേ വർഷത്തിന് മുന്നോട്ട് ഞങ്ങൾ ഇതേ ശിർക്കൻ വിശ്വാസത്തെ അന്ധവിശ്വാസത്തിന് അള്ളാഹുവിടെ അപാരമായ അനുഗ്രഹത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല ഈ പ്രകാശത്തെ മാർഗത്തെ ഞങ്ങൾ കൂട്ടി വന്ന ഈ തൗഹീദ് സുന്നത്തെ മാർഗത്തെ ഞങ്ങൾ കൂട്ടി വന്ന അള്ളാഹു മരിക്കുന്നവർ ഞങ്ങളൊട്ടിക്ക് അത് നിലനിൽപ്പാട്ടി തട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ ഭവനത്തിൽ നിന്ന് ഈ അള്ളാഹുടെ ഈ ഭവനത്തിൽ നിന്ന് തൗഹീദ് സുന്നത്തായിട്ട് ഈ റായത്തുക്ക് വെളിച്ചരെ പകർത്തിക്കൊണ്ടില്ലേ. അതുകൊണ്ട് ഈ പല്ല് മദ്രസമായിട്ട് തിങ്ങൾക്ക് നല്ലൊരു ചെലവുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും വിശദീകരിക്കൊണ്ടില്ല സഹോദരന്മാരെ. അതുമല്ലാണ്ട് ഞങ്ങൾ ഇക്കരെ തിങ്കള് പരിശുദ്ധമായ റമളാൻ തിങ്കളായിട്ടിക്കര്. ആ റമളാൻ തിങ്കളിലെ മഹത്വം അറിഞ്ഞിട്ട് ഈ നിസ്കാരം ഈ ജുമാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എത്ര തീരെ സാധിക്കര് അത്ര നിങ്ങൾ സഹായിക്കും സഹോദരന്മാർ. കാരണം ഇതിലൊരു മദ്രസത്തെ സ്വരം നടന്നുകൊണ്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടുണ്ട്. സുമാർ 3 വർഷമായിട്ട് തുടങ്ങിയിട്ട് ഇന്നും ആ പണി പൂർത്തിയായിട്ടില്ല സഹോദരന്മാരെ. ഇന്നും 60% അത്ര പൈസ ಅದಕ್ಕೆ ബാക്കിയുണ്ടോ. അത് പണി പൂർത്തി അവിടെ ഉണ്ടായെങ്കിൽ അള്ളാഹുട്ട് ദുആർക്കും അള്ളാഹു ആയത്ര ಬೇಗ പണിയിട്ട് അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. നിങ്ങൾ സഹോദരന്മാരെ അത് കാരക്കെങ്കിലും നിങ്ങൾ സ്പോൺസർ ആക്കുന്നുണ്ടെങ്കിൽ ಊಟ ಭಾರವಾಗಿ ಮಾಡಿ നിങ്ങൾ ബന്ധപ്പെടണം. എന്താ ചൊന്നിട്ടെങ്കിൽ ഞങ്ങൾ ദുനിയാവിൽ പല കച്ചവടത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കുക. ആ കച്ചവടം ചിലപ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാവും ലാഭമാവും. என்னன்ட்டாங்க அல்லாஹுடைய பவனத்துக்காவட்டு ഈ മദ്രസത്തുകാവട്ടെ ഞങ്ങൾ ഇട്ട പൈസ ഉണ്ടല്ലേ ഈ സമ്പത്തുണ്ടല്ലേ ഒരിക്കലും നഷ്ടത്തിലാവില്ല. ഈ വജഹില്ല അള്ളാന്റെ വജ ആഗ്രഹിച്ച് ഞങ്ങൾ കൊടുത്തത് ഒരിക്കലും അത് നഷ്ടത്തിലാവില്ല. ദുനിയാവിലും അള്ളാഹു തണ്ട നാളെ പരലോകത്തിലും അള്ളാഹു അതിന് പ്രതിഫലം തണ്ട. വിശുദ്ധ ഖുർആൻ ചൊന്നല്ലേ ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു ആതാറഹും, തീർച്ചയായിട്ടും മരിച്ചങ്ങളെ ഞങ്ങൾ ഹയാത്താക്കറ ചൊന്തു സൂറത്ത് യാസീൻ വനക്തുബു മാ ഖദ്ദമു ആതാറഹും ഞങ്ങൾ എഴുതി വയ്ക്കറ നിങ്ങൾ ആധാരം ഞങ്ങൾ എഴുതി വയ്ക്കറ. നിങ്ങൾ എന്തൊക്കെ ഈ ദീനിക്ക് വേണമായിട്ട് അള്ളാഹു തൃപ്തി തരട്ടെ നിലക്ക് ചെലവാക്കറ. തീർച്ചയായിട്ടും ഞങ്ങൾ ബർസഖയായ ജീവിതത്തിൽ ഞങ്ങളെ നന്മകതിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കരുത്. ആ ഞങ്ങൾ മദ്രസ കെട്ടൊക്കെ വേണമായിട്ട് ഞങ്ങൾ എന്ത് പൈസ കൊടുത്തമോ ആ മദ്രസ എത്ര സമയത്തോളം നടക്കറ. അല്ലെങ്കിൽ ഈ പള്ളിക്ക് ഞങ്ങൾ എന്ത് ചെലവാക്കമോ ഈ പള്ളിയിൽ എത്ര ആൾമാർ ഖുർആൻ ഓതുറവർ, എത്ര ആൾമാർ നിസ്കരിക്കുന്നവർ, എത്ര ആൾമാർ ഇബാദത്ത് എടുക്കുന്നവർ. തീർച്ചയായിട്ടും ഞങ്ങൾ മരണപ്പെട്ടു പോയിട്ടായെങ്കിൽ ഞങ്ങളെ കബൂറുക അത് നിരന്തരമായിട്ട് അതിന് പ്രതിഫലം കിട്ടേ. അതാ ഖുർആൻ ചൊല്ലേ വാതാറഹും അതിന് ആധാരേ നിങ്ങളെ പ്രവർത്തി കൊണ്ട് എന്ത് നന്മ ഉണ്ടായിട്ട് അതിന് ആധാരം അള്ളാഹു എഴുതി വയ്ക്കൽ സ്വന്തം വിശുദ്ധ ഖുർആൻ ഒന്നിനും അള്ളാഹു കൊറടിയാക്കില്ല സ്വന്തമായിട്ട്. അതുകൊണ്ട് ആരെങ്കിലും ആ മദ്രസ കട്ടടത്തെ ആ പണി പൂർത്തിയാവുകയായിട്ട് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ നിങ്ങൾക്ക് ആ സമ്പത്തുണ്ടെങ്കിൽ ഊരുടെ കമ്മിറ്റിയുമായി ബന്ധപ്പെടറു. തീർച്ചയായിട്ടും മരിപ്പ് ഏത് സന്ദർഭത്തിൽ ഞങ്ങൾ കൂടെ ബണ്ടും ചൊല്ലാൻ സാധ്യമല്ല. ഈ നിസ്കാര കഴിഞ്ഞിട്ട അല്ലെങ്കിൽ ഈ നിസ്കരിക്കുമ്പോ ഏത് സന്ദർഭത്തിൽ പറയൂ. അതുകൊണ്ട് ഞങ്ങൾ നീയത്താക്കണം ನನ್ನಲ್ಲಿ ನಿಂತು ಇತರ ಸಂಪಾದ್ಯ ಈ ಮದ್ರಸಕ್ಕೆ ನಾನು ಕೊಡ ಕಾರಣ ಡೈಲಿ ದಾವ ನಡಕ್ಕಿರ അവിടെ ഡെയിലി തൗഹീദും സുന്നത്ര പ്രബോധന നടക്കരുത്. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഇട്ടിക്കരു മദ്രസ വിദ്യാഭ്യാസം ചെന്നിട്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ തീരത്ര പള്ളിയുടെ കളക്ഷനും ಅದರ കൺസ്ട്രക്ഷനും നിങ്ങൾ സ്പോൺസർ ഉണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കണം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതേപോലെ പർത്തിലറിഞ്ഞ ഖുറാനും അതേപോലെ റമളാൻ വിശേഷാംഗമായിട്ട് പവിത്ര സന്ദേശം ഉണ്ട് ബുക്ക് അതിൽ നിങ്ങളെല്ലാം കരുതിയാക്കും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഗമനത്തിർത്ത പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹു തന്നെ സമ്പത്തിനെ അള്ളാഹുടെ മാർഗത്തിക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട നിലക്ക് ചെലവാക്കരെ. യഥാർത്ഥ മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എല്ലാ നമ്മുടെ പ്രയാസത്തിന് തങ്ങളെ കാത്തു സലാമത്താക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ റമളാനിലത്തെ എല്ലാ ഇബാദത്തിനെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് കബൂലാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിം ഉമ്മത്തിക്ക് ഇസ്സത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ.
ഞങ്ങൾ സമുദായത്തിൽ പെട്ട എത്ര ആൾമാർ സഹോദരന്മാർ അന്യായമായിട്ട് ബന്ധനത്തുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് പൂർണ്ണമായിട്ട് ന്യായത്തെ കൊടുത്ത ബന്ധനത്തിന് മുക്താവുക അള്ളാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ഈ ദുനിയാവോട് പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഭയാനകമായ നരകത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെല്ലാവരും കാത്ത് സലാമത്താക്കട്ടെ. ഞങ്ങളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. സീക്ക് കൊണ്ട് ബുദ്ധിമുട്ട് കൊണ്ട് എല്ലാ ആൾമാർക്ക് ഷാഫിയായ റബ്ബു അവൻ്റെ കുദ്റത്ത് കൊണ്ട് എല്ലാവർക്കും പരിപൂർണമായ സിഫത്തെ ആരോഗ്യത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ ആൾമാരെ കബൂർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ കബൂർ അള്ളാഹു പ്രകാശത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.